സംസ്ഥാനത്ത് വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. വ്യാഴാഴ്ച മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. വ്യാഴാഴ്ച മുതൽ വിവിധ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേർന്നു. അലക്സ്, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന താപനില മുന്നറിയിപ്പ് പ്രകാരം യെല്ലോ മുന്നറിയിപ്പുണ്ട്. എന്താണ് വിവരങ്ങൾ? സംസ്ഥാനത്ത് ഇന്നുകൂടി ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിലാണ് ഉയർന്ന താപനില മുന്നറിയിപ്പായി യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. ഇതിൽ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. അതായത് 3 ഡിഗ്രി മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ സാധാരണയേക്കാൾ താപനില ഉയർന്നു നിൽക്കും ഈ ജില്ലകളിൽ എന്നുള്ളതാണ് മുന്നറിയിപ്പ്. അത്തരത്തിൽ ഉയർന്ന താപനില തുടരാനുള്ള സാധ്യത പ്രവചിക്കുമ്പോഴും വേനൽ മഴയ്ക്ക് കൂടിയുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് വേനൽ മഴ തുടരാനാണ് സാധ്യത. വ്യാഴാഴ്ച മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. വ്യാഴാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. ശനിയാഴ്ച ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിലായിരിക്കും വേനൽ മഴ ഒരുപക്ഷെ കൂടുതൽ ശക്തമായി ലഭിക്കുക. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ മുന്നറിയിപ്പുകൾ കൂടി പാലിക്കണം. ഇല്ല. ശരി, അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.